Very good morning, dear students. Hope you all are fine. So today we are going to see about monopolistic competition. So in the last class we have seen about what is monopoly and what are the forms of monopoly, what are the degrees of monopoly, price discrimination. ഇതൊക്കെ അണ്ടർ മൊണോപ്പൊളിയിൽ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതും കാര്യങ്ങളൊക്കെ പറഞ്ഞതും. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള അനദർ ടേമാണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് യു മീൻ ബൈ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ characterized by competition among fairly large number of firms selling differentiated products which are close substitutes. അതായത് ഏകദേശം ഒരുപോലത്തെ പ്രോഡക്റ്റ് തന്നെയാണ് സെയിൽ ചെയ്യുന്നത്, അത് നമ്പർ ഓഫ് ഫേംസ് കൂടുതലുണ്ടായിരിക്കും, നമ്പർ ഓഫ് ബയേഴ്സും അതിനുണ്ടായിരിക്കും. ഓക്കെ, സോ അങ്ങനത്തെ ഇതിൽ വരുന്ന ഒരു ഫോമിൽ വരുന്നതാണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് I'll read it once again. Monopolistic competition is a market situation characterized by competition among fairly large number of firms selling differentiated products which are close substitutes. അപ്പോൾ നമുക്കൊരു FMCG പ്രോഡക്റ്റ്സ് എടുക്കാമെന്ന് വിചാരിക്കും. ഇപ്പോൾ ഡെയിലി യൂസിന് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ്, ഫോർ എക്സാമ്പിൾ സോപ്പ്, ടൂത്ത് പേസ്റ്റ്, വാഷിംഗ് പൗഡേഴ്സ്, അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ഫേംസ് എന്ന് പറയുന്നത് കൂടുതലാണ്. ഇപ്പോൾ സോപ്പിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് എത്ര സോപ്പുകളിനെ കുറിച്ച് നമുക്കറിയാം. ലക്സ് ഉണ്ട്, ഹമാം ഉണ്ട്, മെഡിമിക്സ് ഉണ്ട്, ചന്ദ്രിക സോപ്പുണ്ട്. ഇതിൽ ഈ ദറ്റ് ഈസ് നമ്മുടെ ചന്ദ്രിക, മെഡിമിക്സ് എന്നൊക്കെ പറയുന്നത് അവർ ഒരു സ്റ്റൈൽ വേറെയാണ്. ഓക്കെ, അത് അതിനോട് ഏകദേശം ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള മെഡിമിക്സ് ഇപ്പോൾ കുറച്ചും കൂടിയും ബെറ്റർ ഫോമിലേക്ക് അവരും, ദറ്റ് ഈസ് എന്താ പറയുക, നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് അവരും കടന്നു, ദറ്റ് ഈസ് പാൻസിൻ്റെ പോലെയൊക്കെ അവരും കടന്നു. ആൻഡ് ദെൻ ഡോ. അപ്പോൾ ഇങ്ങനെ ദറ്റ് ഈസ് യു ആർ ഓൾസോ ഹാവിങ് നമ്പർ ഓഫ് ഫേംസ്. അപ്പോൾ പെർഫെക്റ്റ്ലി എലാസ്റ്റിക് ഇതിലുള്ള പോലെ ഹൺഡ്രഡ്സ് ഓഫ് ഫേംസ് ഒന്നുമില്ല, പക്ഷേ എന്നാലും 10 to 15 കമ്പനീസ് അതിൽ ഉണ്ട് എന്നാണ്. ഓക്കെ, സോ ദറ്റ് ഈസ് എന്താ പറയുക, സെയിം പ്രോഡക്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ പോലും ഏകദേശം ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഓരോ കമ്പനീസും അല്ലെങ്കിൽ ഓരോ ഫേംസും അവിടെ സെല് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു കോമ്പറ്റീഷനാണ് വി കോൾ ഇറ്റ് ആസ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് പ്യുവർ മോണോപ്പൊളി ആർ ടു എക്സ്ട്രീം ഫോംസ് ഓഫ് മാർക്കറ്റ്. ഒരു മാർക്കറ്റിന് രണ്ട് എക്സ്ട്രീമാണ് മോണോപ്പൊളി എന്ന് പറയുന്നതും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. വളരെ റെയറാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ റെയറാണ്, ഓൾമോസ്റ്റ് നോൺ എക്സിസ്റ്റൻറ്റ്, ഉണ്ടാവില്ല, ഒരു ഇമാജിനറി ആണത്. ബട്ട് ഇറ്റ് ഹാസ് എ ഗ്രേറ്റ് തിയറിറ്റിക്കൽ ഇമ്പോർട്ടൻസ്. പക്ഷേ അത് പ്രാക്ടിക്കലി ഇല്ല എന്നുണ്ടെങ്കിലും തിയറിറ്റിക്കലായിട്ട് അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. പ്യുവർ മോണോപ്പൊളി എക്സിസ്റ്റ് ഇൻ മെനി മാർക്കറ്റ്സ്. ബിറ്റ്വീൻ ദീസ് ടു എക്സ്ട്രീം ഫോംസ് ഓഫ് മാർക്കറ്റ് comes another situation known as monopolistic competition. അപ്പോൾ ഈ രണ്ടത്തിൻ്റെയും ഇടയിലായിട്ടാണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ നമുക്ക് നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ദിസ് മാർക്കറ്റ് ഫോമിനെയാണ് നമ്മൾ മോണോപോളിസ്റ്റിക്, അതായത് ടു എക്സ്ട്രീം സിറ്റുവേഷനിൽ ബൈ ദ കോ എക്സിസ്റ്റൻസ് ഓഫ് മോണോപ്പൊളി ആൻഡ് കോമ്പറ്റീഷൻ. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെയും മോണോപ്പൊളിയുടെയും ഇടയിൽ വരുന്ന ഒരു ടൈപ്പാണ് monopolistic competition എന്ന് നമ്മൾ പറയുന്നത്. ഫോർ എ ലാർജ് നമ്പർ ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ലൈക്ക് ടൂത്ത് പേസ്റ്റ്, അതേപോലെ തന്നെ ടോയ്ലറ്റ് സോപ്പ്, ഷാംപൂ എക്സെട്ര, അതിനൊക്കെ വരുന്നത്. ഓക്കെ, ദ മാർക്കറ്റ് ഫോം അങ്ങനത്തെ വരുന്ന ഒരു കാറ്റഗറീനെയാണ് നമ്മൾ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. The concept of monopolistic competition ഇതാരെ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു അമേരിക്കൻ
എക്കണോമിസ്റ്റാണ്. എഡ്വേർഡ് ചേംബർലിൻ എന്ന് പറയുന്നൊരു പേഴ്സണാണ്, എക്കണോമിസ്റ്റാണ് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് തന്നെ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് നൗ വി വിൽ സീ അബൌട്ട് ദി ഫീച്ചേഴ്സ് ഓഫ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. എന്തൊക്കെയാണ് നമുക്കതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്നുള്ളത് നോക്കാം. അപ്പോൾ എക്സിസ്റ്റൻസ് ഓഫ് വെരി ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് ഫെയർലി ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ്, രണ്ടും ഉണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഏകദേശം FMCG പ്രോഡക്റ്റിൽ പറഞ്ഞ കുറച്ച് എക്സാമ്പിൾസ്, ഫസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിൽ വരുന്ന FMCG പ്രോഡക്റ്റിൽ വരുന്ന കുറച്ച് എക്സാം നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നേരത്തെ ടൂത്ത്പേസ്റ്റിൻ്റെ കാര്യത്തിൽ എത്ര കമ്പനീസ് ഉണ്ടെന്നുള്ളതൊന്ന് നോക്കി നോക്കി. കോൾഗേറ്റ് ഉണ്ട്, ആയുഷ് ഉണ്ട്, ദെൻ സെൻസഡൈൻ ഉണ്ട്, പെപ്സോഡൻ്റ് ഉണ്ടായിരുന്നു, ഫോർ ഹാൻഡ്സ്, സിബാക്ക, ബിനാക്ക, ഇങ്ങനെ പറയുന്ന പല പേരിലുള്ള ഏകദേശം ടൂത്ത്പേസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ നമുക്കൊരു എണ്ണത്തിൽ 7 to 8 അടുത്ത് നമുക്ക് എത്തിക്കഴിഞ്ഞു. ഇനി കുറച്ചും കൂടിയും ഒന്നും കൂടി നമ്മൾ നാഞ്ഞ് മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 ടൈപ്പ് ഓഫ് ക്ലോസപ്പ്, അതിന് വിട്ടുപോയി. ക്ലോസപ്പ് ഇതൊക്കെ ടഫ് കോമ്പറ്റീഷനിൽ വരുന്നവരാണ് ഇവരൊക്കെ. ശരിക്കും പറഞ്ഞാൽ കോൾഗേറ്റിൻ്റെ വെറും വൈറ്റ് ടൂത്ത് പേസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ക്ലോസപ്പാണ് ജെൽ എന്നുള്ളൊരു കോൺസെപ്റ്റോട് കൂടിയിട്ട് മാർക്കറ്റിലേക്ക് വന്നത്. അതോട് കൂടിയിട്ട് കോൾഗേറ്റിൻ്റെ ഡിമാൻഡൊക്കെ കുറഞ്ഞു തുടങ്ങി. ആൾക്കാർ ജെൽ, ഫ്രഷ് ജെൽ അല്ലെങ്കിൽ ടു കം ക്ലോസർ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കൊക്കെ ആൾക്കാർ വന്നു തുടങ്ങി. അതിലേക്ക് ഡിമാൻഡ് കൂടാൻ തുടങ്ങി. ക്ലോസപ്പ് പേസ്റ്റിലെ ഡിമാൻഡ് കൂടാനായിട്ട് തുടങ്ങി. സോ അഗെയിൻ അപ്പോൾ ഇവർ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കും വേണം. അപ്പോൾ ഇവർ എന്ത് ചെയ്തു? ദേ സ്റ്റാർട്ടഡ് അബൌട്ട് ബ്രിങ്ങിങ് ഇന്നോവേഷൻസ്. അപ്പോൾ പ്യുവർ വൈറ്റ് ടൂത്ത് പേസ്റ്റ് അല്ലെങ്കിൽ വൈറ്റ് ടൂത്ത് പൗഡറായിരുന്നു അവർ ആദ്യമായിട്ട് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ക്ലോസപ്പിൻ്റെയൊക്കെ അല്ലെങ്കിൽ അവരെയൊക്കെ ഒരു ജെൽ ഫോർമേഷൻ വന്നപ്പോഴാണ് അവർ വിചാരിച്ചത് ഇനി മാർക്കറ്റിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തിയേ പറ്റൂ. സോ കോൾഗേറ്റും അവരെന്ത് ചെയ്തു? അവരും ജെൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരാളൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 1 or 2 months ദ കോമ്പറ്റീറ്റേഴ്സ് അവരും എന്ത് ചെയ്യണം? ദ സെയിം ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നുണ്ട്, ഏകദേശം ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ഉണ്ട്, ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സും ഉണ്ട്. ആൻഡ് ദെൻ പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ. An important characteristic of monopolistic competition is product differentiation. Each firm produces a product which is differentiated from the products of rival firms. അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്ററിൻ്റെ പ്രോഡക്റ്റിനേക്കാളും what makes it different എന്നുള്ളതാണ്. The product of each firm is known by brand name. അല്ലേ, ഓരോ പ്രോഡക്റ്റിനും നമ്മൾ കൊടുക്കുന്ന ബ്രാൻഡ് നെയിം ഉണ്ട്. Okay, this is the product of HUL. This comes from this company. So this is the product of Ayush. This is the product of Veda. എന്നൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് മറ്റൊരു പ്രോഡക്റ്റിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? ഓൺലി ബൈ ദി ബ്രാൻഡ് നെയിം. ഈച്ച് ബ്രാൻഡ് വുഡ് ബി ഡിഫറെൻറ്റ് ഫ്രം ദി അതർ. കോൾഗേറ്റ്, ക്ലോസപ്പ്, പ്രോമിസ് ആൻഡ് ഫോർ ഹാൻഡ്സ്, ആങ്കർ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടായിരുന്നു. ആ ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ഓഫ് സെയിം പ്രോഡക്റ്റ് ടൂത്ത് പേസ്റ്റ്. ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ബ്രാൻഡ്സ് മേ ബി റിയൽ ഓർ ഇമാജിനറി. നമ്മൾ പറയുന്ന ഡിഫറൻസസ് എന്ന് പറയുന്നത് അത് റിയൽ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഇമാജിനറി കോൺസെപ്റ്റ് ആയിരിക്കാം. ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ക്രിയേറ്റ് ബ്രാൻഡ് ലോയാലിറ്റി എമംഗ് കൺസ്യൂമേഴ്സ്. ബിക്കോസ് ഓഫ് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ പ്രൈസസ് ഓൾസോ വിൽ ബി ഡിഫറെൻറ്റ്. അല്ലേ, ഇപ്പോൾ ലക്സ് തേച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പരസ്യത്തിൽ വരുന്ന ബ്രാൻഡ് അംബാസിഡേഴ്സ് ആരൊക്കെയാണോ അവരെപ്പോലെ ആകും എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇതൊക്കെ പറഞ്ഞ് തേച്ചിട്ട് നമ്മളെപ്പോലെ തന്നെയാണ് ഇരിക്കുന്നത്, അവരെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. സോ ദാറ്റ് ഈസ് നത്തിങ് ഈസ് ചേഞ്ചിങ്, ഓൺലി അവർ മൈൻഡ് ഈസ് ചേഞ്ചിങ്. നമ്മുടെ മൈൻഡ്, നമ്മുടെ കോൺസെപ്റ്റ്, ആ പ്രോഡക്റ്റ് മേടിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് നമ്മളിലേക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ട്രെൻഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം യൂസ് ചെയ്യാൻ ഭയങ്കര ഫെയർനെസ് വരും, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരിക്കും. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വി ആർ ടെംപ്റ്റഡ്.
ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഉടനെ നമ്മൾ അത് മേടിച്ച് ഉപയോഗിച്ച് നോക്കുകയാണ് എന്താണ് അതിൻ്റെ റിസൾട്ട് എന്താണ്. സോ റിസൾട്ട് വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ ഫാൾസ്, ദാറ്റ് ഡിപ്പെൻഡ്സ് upon ദി കമ്പനി. പക്ഷേ അവരൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് ബ്രാൻഡ് നെയിംസ്. ഇപ്പോൾ പല മൊബൈൽ കമ്പനീസും പല ബ്രാൻഡുകളിലും വാല് പിടിച്ച് തുമ്പ് പിടിച്ചവർ നിൽക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സംടൈംസ് ദ പീപ്പിൾ മേ ബൈ ദി പ്രോഡക്റ്റ് അക്കോർഡിംഗ് ടു ബ്രാൻഡ്. സോ ടു മേക്ക്, ഇവർ ചിലപ്പോൾ ജനിച്ചിട്ടേ ഉണ്ടാവുള്ളൂ മാർക്കറ്റിൽ, മേ ബി ന്യൂ ടു ദി ഫീൽഡ് ഓൾസോ. സോ അവർക്കൊരു സപ്പോർട്ടീവായിട്ട് ഏതെങ്കിലും ബ്രാൻഡഡ് കമ്പനീസ് അവരുടെ കൂടെ ഉണ്ട്, ദിസ് ഈസ് ഫ്രം ദിസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, കുറച്ചും കൂടി ഒരു ബെറ്റർ പൊസിഷൻ. ജാഗ്വറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിട്ടുണ്ടായിരിക്കും. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ താല്പര്യമുള്ള എല്ലാവർക്കും തന്നെ അറിയാം ജാഗ്വർ അല്ലേ. സോ ജാഗ്വർ ഹാസ് ബീൻ മെർജ്ഡ് വിത്ത് ദി ടാറ്റ മേടിച്ചു ജാഗ്വറിനെ. അപ്പോൾ വരുന്നത് എന്താണ്? സോ നൗ ദ ടാറ്റ ഈസ് ഇൻ ദ പ്ലാറ്റ്ഫോം ഓഫ് ജാഗ്വർ എന്നുള്ളതാണ്. അപ്പോൾ കോൺസെപ്റ്റിന്, ആ ബ്രാൻഡിന് നമുക്ക് അതിൻ്റെ ഇമാജിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ് തന്നെ അവിടെ മാറിക്കഴിഞ്ഞു. The strongest അല്ലെങ്കിൽ the perfect vehicle for the perfect road അല്ലെങ്കിൽ perfect climate എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ ദാറ്റ് ഈസ് ചില ബ്രാൻഡുകൾ ചില ആൾക്കാരനെ പരമാവധി ഇൻഡ്യൂസ് ചെയ്യാറുണ്ട് ടു ബൈ ദി പ്രോഡക്റ്റ്. ആൻഡ് ദെൻ ബ്ലെൻഡ് ഓഫ് monopoly and competition. The name itself implies that monopolistic competition is a mixture of monopoly and perfect competition. The monopoly element rises out of brand loyalty. Consumers have their favorite brand of soap, toothpaste, cigarettes, but different brands of close substitutes. This leads to competition between firms. നമ്മൾ ഒരു ബ്രാൻഡിൻ്റെ പിന്നാലെ പോകുന്നതും അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു ബ്രാൻഡ് ലോയാലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതും ഇസ് അക്കോർഡിംഗ് ടു അവർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. ഓക്കെ, സോ അവിടെ നമുക്ക് ദാറ്റ് ഈസ് എന്താ പറയാം, ഒരു കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല എന്നുണ്ടെങ്കിൽ പോലും സംടൈംസ് വി ആർ ഗെറ്റിംഗ് അട്രാക്റ്റഡ് ടു ഇറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മൊണോപ്പൊളിയും കോമ്പറ്റീഷനും രണ്ടും കൂടി ചേരുമ്പോഴാണ് ഒരു മൊണോപോളിസ്റ്റിക് ബ്ലെൻഡാണ് നമുക്കിവിടെ കിട്ടുന്നത്. ആൻഡ് ദെൻ ഇസ് അബൌട്ട് ദി സെല്ലിംഗ് കോസ്റ്റ്. Product differentiation is impressed upon consumers through advertisement and similar sales promotional techniques. The expenditure incurred on this is known as selling cost. അപ്പോൾ ഇവിടെ വരുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്? സിംപ്ലി ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമാണോ അതിൽ വരുന്നത്? വാട്ട് ആർ ഓൾ ദി ആക്ടിവിറ്റീസ് which is taken to make the product sale in the market? എന്തെല്ലാം ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തുവോ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു പെർസെൻറ്റേജ് നമ്മൾ ഏതിന് കൊടുക്കുന്നുണ്ട്? ദാറ്റ് ഈസ് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ കംപ്ലീറ്റ് എക്സ്പെൻഡിച്ചർ എല്ലാം കവർ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സെല്ലിംഗ് കോസ്റ്റ് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കാം. പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് പരമാവധി ഇറ്റ്സ് ഇംപ്രസ്ഡ് അപ്പോൺ കൺസ്യൂമേഴ്സ് ത്രൂ അഡ്വർടൈസ്മെൻറ്റ്. വാട്ട് വി ആർ ഹൗ വി ആർ അഡ്വർടൈസിങ് അവർ പ്രോഡക്റ്റ്. നമ്മൾ എത്രത്തോളം അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, നമ്മൾ എത്രത്തോളം അവയർനെസ് ആൾക്കാരെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ എത്രത്തോളം നമ്മൾ അതിൻ്റെ ബെനിഫിറ്റ്സ് യൂസസ് ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു ധാരണ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പഴയ കാലഘട്ടത്തിലൊന്നും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു രീതി തന്നെ ഇല്ല അല്ലേ. എല്ലാവരും നല്ല ഒന്നെങ്കിൽ തലേദിവസത്തെ കഞ്ഞിയോ അല്ലെങ്കിൽ ചൂടുള്ള കഞ്ഞിയോ ഒരു ഉപ്പേരിയും കൂട്ടി കഴിച്ച് ജോലിക്ക് പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും. ഓക്കെ, ആ ട്രെൻഡൊക്കെ ഇപ്പോൾ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഹെൽപ്പ് ചെയ്യാനൊന്നും വലിയ ആൾക്കാരൊന്നുമില്ല. പണ്ട് അതല്ല, ഓരോ തറവാടുകളിലും അല്ലെങ്കിൽ ഓരോ വീട്ടിലും
3-4 പണിക്കാരെന്നെ മിനിമം ഉണ്ടായിരിക്കും. മിനിമമാണ് ഞാൻ പറയുന്നത് കേട്ടോ. പറമ്പ് പണിക്കോ വീട്ടിലത്തെ പണിക്കോ വാഷിങ്ങിനോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ തറവാടുകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 ആൾക്കാരൊക്കെ എന്നും പണിക്കാരായിട്ട് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ എപ്പോഴും എന്താ പറയുക, ഡിഫറെൻറ്റ് തിങ്സ് ഇങ്ങനെ നമ്മൾ അരച്ചിട്ടും പൊടിച്ചിട്ടും സാധനങ്ങളൊക്കെ ആയിട്ട് അവർ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവർ കുക്ക് ചെയ്ത് വന്നിരുന്നതൊക്കെ. പക്ഷേ ഇപ്പം നമ്മൾ അങ്ങനത്തെ ട്രെൻഡോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വീട്ടിൽ 4-5 പണിക്കാരെ നിർത്താനുള്ള സിറ്റുവേഷൻസൊക്കെ വളരെ കുറഞ്ഞു പോയി. ഇപ്പം ഒന്നും ആരും കിട്ടാനില്ല. അതാണ് വാസ്തവം അതിൽ വരുന്നത്. അപ്പം നമുക്ക് തന്നെ നമ്മുടെ ലൈഫ് എങ്ങനെയാണ്, ഹൗ വി ക്യാൻ മേക്ക് അവർ വേ ഓഫ് ലിവിങ് ഈസിയർ എന്നുള്ളതാണ്. സോ ദാറ്റ് വി ഹാവ് പർച്ചേസ്ഡ് സോ മെനി ഹോം അപ്ലയൻസസ് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണത് ഓരോന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് ഒരു വാണ്ട് അല്ലെങ്കിൽ ഒരു നീഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ പണ്ട് കാലത്തൊന്നും ഈ കെല്ലോഗ്സ് ഉണ്ടായിരുന്നില്ല, നൂഡിൽസ് ഉണ്ടായിരുന്നില്ല, ഓട്സ് ഉണ്ടായിരുന്നില്ല. ഇന്ന് അവരൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു അല്ലേ. ചില ദിവസം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സ്, കുട്ടികൾക്ക് നമ്മൾ കെല്ലോഗ്സ് കൊടുക്കുന്നു, അതിൽ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നു, അതിലെന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് അതിൽ മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നു. അങ്ങനെയെങ്കിലൊക്കെ കുറച്ചെങ്കിലും ന്യൂട്രീഷണൽ ഫുഡ് അവർക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാ സാധനങ്ങളും കഴിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ന്യൂട്രീഷനും നമ്മൾക്ക് ഉണ്ടായിരിക്കും. ഒന്നും തന്നെ ഒഴിവാക്കേണ്ടതില്ല. പക്ഷെ ഇന്നെല്ലാം മാറ്റി വയ്ക്കലാണ്. അതിട്ടാൽ കഴിക്കില്ല, ഇതിട്ടാൽ കഴിക്കില്ല, അങ്ങനെ വേണ്ട, ഇങ്ങനെ വേണ്ട. എവ്രിത്തിങ് ഹാസ് ബീൻ ചേഞ്ച്ഡ് എന്നുള്ളതാണ്. പണ്ട് ഒരു ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ കഴിക്കുക, ഇല്ലെങ്കിൽ വേണ്ട. ബട്ട് നൗ ദി ട്രെൻഡ് ഹാസ് ബീൻ ചേഞ്ച്ഡ്. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച്, ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ച് ഒരു നേരം ഭക്ഷണം കഴിക്കാനായിട്ട് എത്ര വെറൈറ്റിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ദാറ്റ് ടു എന്താ പറയുക, ദാറ്റ് ടു ഹാസ് ബീൻ ഡൺ ഓർ കുക്ക്ഡ് വിത്ത് നോട്ട് ടേക്കിംഗ് മച്ച് ടൈം എന്നുള്ളതാണ്. കാരണം എക്യുപ്മെൻറ്റ്സ് അതിനനുസരിച്ചുണ്ട് അല്ലേ. ഇപ്പോൾ ഈ ഓട്സും കാര്യങ്ങളൊക്കെ രംഗത്തേക്ക് വന്നത് എപ്പോഴാണ്, നമ്മുടെ ഡയറ്റിൻ്റെ ഒരു ഭാഗമായത് എപ്പോഴാണ്. പീപ്പിൾസ് ആർ ഹാവിങ് സംടൈംസ് ആർ ഹാവിങ് ഹൈ കൊളസ്ട്രോൾ ഓർ ഹാവിങ് ഹൈ ഡയബറ്റിക് ഓർ ദേ ആർ ഹാവിങ് ഹൈ ബ്ലഡ് പ്രഷർ. സോ ഇതൊക്കെ നിങ്ങൾക്ക് അഡ്വൈസബിൾ ആണ്. ചപ്പാത്തീസ് ഇതൊക്കെ നമ്മുടെ ഭാഗമായത് എപ്പോഴാണ്. സോ ഒരു നീഡ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തത്. എ ഫുഡ് വിത്തിൻ 2 minutes. That was the concept of Maggi when they introduced the noodles. കൃത്യമാണത്. 2 മിനിറ്റിൽ കൂടുതൽ തിളയ്ക്കുന്ന വെള്ളത്തിൽ നൂഡിൽസ് ഇട്ട് കഴിഞ്ഞാൽ വെന്ത് കുഴഞ്ഞ് അതിനെ നമുക്ക് എന്താ പറയുക, ഉണ്ട ഉരുട്ടി കഴിക്കാവുന്ന രീതിയിലെ പരുവത്തിലേക്ക് അത് മാറിപ്പോവും. exactly only 2 minutes. അപ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു സ്പ്രിങ് ലെവലിൽ തന്നെ ആ ഒരു ഈസിനെസ്, ആ ഒരു സ്മൂത്തിനെസ്സിൽ നമുക്കത് കഴിക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ അവർ കൊണ്ടുവന്ന കോൺസെപ്റ്റാണത്. നിങ്ങൾ എത്ര വിശന്ന് വന്നാലും 2 മിനിറ്റ് മതി. നിങ്ങൾക്ക് 2 മിനിറ്റ് കൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കാൻ പറ്റുമോ? വേറെ ഒന്നും ചേർക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇത് കൃത്യമായിട്ട് നമ്മൾ എക്സസ് വാട്ടറിൽ കുക്ക് ചെയ്ത് കറക്റ്റ് 2 minutesൽ നമ്മളത് നല്ലോണം വെള്ളം ഒഴിച്ച് ഡ്രെയിൻ ചെയ്താൽ മാത്രമാണ് അവർ പറയുന്ന ടെക്സ്ചറിൽ നമുക്ക് ഈ സാധനം കിട്ടുള്ളൂ. ഓക്കെ. അപ്പം നമുക്ക് എന്താണ് അവർ ചെയ്യുന്നത്? ഒരു അവയർനെസ് മാത്രമല്ല, ഒരു നീഡാണ് ഓട്ടോമാറ്റിക്. അപ്പോൾ വീട്ടിൽ എന്തില്ല എന്നുണ്ടെങ്കിലും നൂഡിൽസ് ആദ്യം മേടിച്ച് വയ്ക്കും. കാരണം എപ്പോഴാണ് നമ്മൾ വിശന്ന് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഒരു ക്രേസുള്ള ഒരു കാര്യമാണ്. ഓക്കെ. So in the market, first of all, the company creates a demand എന്നുള്ളതാണ്. എന്നാലാണ് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ആൾക്കാർക്ക് അഡ്വർടൈസ്മെൻറ്റിലൂടെയോ അതല്ലാന്നുണ്ടെങ്കിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്ത് പെർസ്വേഡ് ചെയ്ത് പ്രോഡക്റ്റ് വേടിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ആൻഡ് ദെൻ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. സോ ഇങ്ങനത്തെ ഒരു മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലാണെന്നുണ്ടെങ്കിൽ
ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇൻഡസ്ട്രിയിലേക്ക് വരാവുന്നതാണ്, ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ലോസ് ഇൻകർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രീസിൽ നിന്ന് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫീച്ചേഴ്സ് ഓഫ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ വരുന്നത്. ആൻഡ് ദെൻ ഇസ് ഡിമാൻഡ് കർവ് ഓഫ് എ ഫേം അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. എന്താണ് ഡിമാൻഡ് കർവ് ഓഫ് എ ഫേം എന്നുള്ളത് നോക്കാം. The demand curve facing a firm under monopolistic competition എന്ന് പറയുന്നത് is negatively slow. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 111 നമ്മൾ ഫിഗർ 8 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഡി തന്നിട്ടുണ്ട്. ഡി എന്ന് പറയുന്നത് ഡിമാൻഡാണ്. ഓക്കെ, ആൻഡ് ദെൻ OM എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയാണ്. അതേപോലെ തന്നെ P ആൻഡ് P1 എന്ന് പറയുന്നത് പ്രൈസും അതിൻ്റെ ചേഞ്ചസ് ആണ്. സോ വി വിൽ സീ വാട്ട് ഈസ് ഹാപ്പനിങ്. നമ്മളതിൻ്റെ ഡിമാൻഡ് കർവ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ജസ്റ്റ് സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ്. ഒരു എന്താ പറയുക, ഒരു സ്റ്റീപ്പായിട്ടുള്ള ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് അല്ല. ഓക്കെ, ദറ്റ് ഈസ് the demand curve slope downwards from left to right, showing that if a firm reduces its price, it can sell more. അപ്പോൾ നമ്മളിതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ പ്രൈസിൽ OM ക്വാണ്ടിറ്റി അവർക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദറ്റ് ഈസ് OP പ്രൈസിന് OM ക്വാണ്ടിറ്റി is sold. But when the price has been decreased to OP to OP1, OPന്ന് OP1ലേക്ക് കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? OM ക്വാണ്ടിറ്റിയിൽ നിന്ന് OM1 ക്വാണ്ടിറ്റി നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് വെൻ ദി പ്രൈസസ് ഡിക്രീസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇസ് മോർ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ വെൻ ദ ഫേം റെഡ്യൂസസ് ഇറ്റ്സ് പ്രൈസ് ഫ്രം OP to OP1, the quantity sold increases from OM to OM1. It should be noted that the demand curve of the firm under monopolistic competition is flatter than that under monopoly. This means that the demand for a firm's product is more elastic under monopolistic competition than under monopoly. Monopoly-നേക്കാളും കുറച്ചും കൂടി ഇലാസ്റ്റിക് ആണ് മാർക്കറ്റ് എന്ന് പറയുന്നത് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ. Okay, and now we will see about the price and output determination under monopolistic competition. Under monopolistic competition, each firm has some monopoly influence. This monopoly influence is achieved through product differentiation and brand loyalty. Because of product differentiation, the price at which a product is sold will also be different. Each firm fixes the price of its product. The firm will be in equilibrium at the point where MC is equal to MR and MC curve cuts MR curve from below എന്നുള്ളത്. സോ ഇവിടെ നമ്പർ ഓഫ് ഫേംസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്പർ ഓഫ് ബയേഴ്സും ഉണ്ട്. അപ്പോൾ ഏകദേശം ഈച്ച് ഫേം ക്യാൻ ഡിസൈഡ് ദെയർ ഓൺ പ്രൈസ് എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഡിസൈഡ് ചെയ്യാം അവരുടെ പ്രോഡക്റ്റ് ഏത് പ്രൈസിനാണ് മാർക്കറ്റിൽ സെയിൽ ചെയ്യേണ്ടത് എന്നുള്ളത് ദേ ക്യാൻ ഡിസൈഡ്. അത് നമുക്ക് ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഫോർ എ ഫേം അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഇൻ ദ ഷോർട്ട് റൺ ദർ ആർ 3 പോസിബിലിറ്റീസ്. 3 കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഇറ്റ് മേ ഏൺ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ഒന്നെങ്കിൽ ഷോർട്ട് റണ്ണിൽ ഒരു ഫേം 3 പോസിബിലിറ്റീസാണ് വരുന്നത്. ഒന്നെങ്കിൽ ഇറ്റ് മേ ഏൺ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് മേ ഇൻകർ ലോസ്. മൂന്നാമത്തെ സിറ്റുവേഷൻ ഇറ്റ് മേ നോട്ട് മേക്ക് പ്രോഫിറ്റ് ഓർ ഇൻകർ ലോസ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനും സംഭവിക്കാറുണ്ട്. സോ ഇതിൽ നമുക്ക് നോക്കാം. വി ഷാൽ കൺസിഡർ ദ കേസ് വെർ ദ ഫേം മേക്സ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. The supernormal profit is due to the monopoly influence. Monopoly influence വരുമ്പോഴാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ദ കമ്പനി എൻജോയ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫിഗർ 9 പേജ് നമ്പർ 112 ഫിഗർ 9ൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഡയഗ്രാം തന്നിട്ടുണ്ട്. The 2 conditions for equilibrium, MC is equal to MR and MC curve cuts MR curve from below, are satisfied at point E.
the equilibrium output എന്ന് പറയുന്നത് OM, the equilibrium price എന്ന് പറയുന്നത് MQ or OP. How much profit does the firm make എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റിൻ്റെയും ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ എത്ര പ്രോഫിറ്റാണ് ഒരു കമ്പനി നേടിയത് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് OPQM, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് OSRM. സോ if we minus OPQM minus OSRM, ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് PQRS. അത് നമുക്ക് ആ ഷെയ്ഡഡ് ഏരിയയിൽ പോർഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഷോർട്ട് റണ്ണിൽ അവർ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ദാറ്റ് ഈസ് മൊണോപ്പൊളിയുടെ ഇൻഫ്ലുവൻസോട് കൂടിയിട്ടാണിത് സംഭവിക്കുന്നത്. ആൻഡ് വിൽ സി വാട്ട് ഹാപ്പൻസ് ഇൻ ലോങ് റൺ ഇക്വിലിബ്രിയം എന്നുള്ളത്. The existence of supernormal profit in the short run will attract new firms in the industry. നമ്മൾ ഷോർട്ട് റൺ ആയിരിക്കുന്ന സമയത്ത് എൻജോയ് ചെയ്തിട്ടുള്ള സൂപ്പർ നോർമൽ പ്രോഫിറ്റ്സ് കാണുന്ന പലർക്കും ആ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയോട് താല്പര്യം തോന്നി പുതിയ ആൾക്കാരെ അല്ലെങ്കിൽ പുതിയ ഫേംസ് ആ ഇൻഡസ്ട്രിയിലേക്ക് എൻട്രി നടത്തും. This will intensify the competition and the competition brings the price down. അല്ലേ? അപ്പോൾ കുറച്ച് പേരുണ്ടായിരുന്ന സെല്ലേഴ്സ് ആയിട്ടുണ്ടായിരുന്ന മാർക്കറ്റിൽ ഇപ്പോൾ കുറേയും കൂടിയും പുതിയ ഫേംസ് എൻറ്റർ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ എന്തായി അവിടെ ദാറ്റ് ഈസ് ഒന്നും കൂടിയും കോമ്പറ്റീഷൻ കൂടിയപ്പോൾ പ്രൈസ് റെഡ്യൂസ് ചെയ്യേണ്ട സിറ്റുവേഷനായി. റെഡ്യൂസ് ചെയ്തപ്പോൾ ഇത്രയും നാൾ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്ന സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കുറയും. ഇറ്റ് വിൽ സ്റ്റാർട്ട് ഡിസപ്പിയറിങ് ബിക്കോസ് നമ്പർ ഓഫ് ഫേംസ് ഹാവ് ബീൻ എൻറ്റർഡ് ആൻഡ് ദ പ്രൈസ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ്. സോ ഇൻ ദ ഷോർട്ട് റൺ വി വുഡ് ഹാവ് earned much supernormal profits that will start disappear in the long run. അങ്ങനെ ലോങ് റണ്ണിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഇല്ലാതാകുന്നൊരു സിറ്റുവേഷൻ. ഓൾസോ ഇഫ് എ ഫേം ഇസ് ഇൻക്രിങ് ലോസ്, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പല ഫേമുകൾക്കും ചിലപ്പോൾ നഷ്ടം സംഭവിക്കാറുണ്ട്. അങ്ങനെ നഷ്ടം സംഭവിക്കുന്ന ഫേം വിൽ ലീവ് ദാറ്റ് ഇൻഡസ്ട്രി എന്നുള്ളതാണ്. Okay, thus in long run a typical firm will make only normal profit. This is shown in the diagram 10, figure 10 ൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. The conditions for equilibrium are satisfied at point E. The equilibrium output എന്ന് പറയുന്നത് OM and the equilibrium price എന്ന് പറയുന്നത് OP. Since AR and AC are equal, total cost is equal to total revenue. Thus, the supernormal profit in the short run disappears in the long run. അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്ന ഷോർട്ട് റണ്ണിൽ എൻജോയ് ചെയ്തിരുന്ന സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഡിസപ്പിയർ ചെയ്യാനായിട്ട് തുടങ്ങും. ദ ഫേം ഗെറ്റ്സ് ഓൺലി നോർമൽ പ്രോഫിറ്റ്. കാരണം എണ്ണം കൂടി, എൻട്രി കൂടി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അത്രയും നാൾ നമുക്ക് കിട്ടിയിരുന്ന ആ പ്രോഫിറ്റ്സിൻ്റെ ഒരു റേഷ്യോ കുറഞ്ഞു വരികയാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് ഡിഫറെൻറ്റ് ഫേംസ് വിൽ ബി ഹാവിങ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേപോലത്തെ പ്രോഫിറ്റ് കിട്ടണമെന്നില്ല. ഓരോ ഫേമിനും ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പ്രോഫിറ്റാണ് ലഭിക്കുന്നത്. All firms under monopolistic competition are collectively known as the group. The concept of industry under perfect competition or oligopoly becomes group under monopolistic competition. The collective equilibrium of all the firms is known as group equilibrium. Okay. അപ്പോൾ എല്ലാവർക്കും ഷോർട്ട് റണ്ണും അതേപോലെ തന്നെ ലോങ് റണ്ണിലുള്ള കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി നമുക്കൊരു ചെറിയ കാര്യം കൂടി നമുക്കതിൽ വരുന്നുണ്ട്. എക്സസ് കപ്പാസിറ്റി അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. എന്താണ് എക്സസ്
capacity എന്നുള്ളത് നോക്കാം. In perfect competition, we saw that firms' equilibrium is at the point where MR is equal to MC, that is equal to AR, that is equal to AC എന്നുള്ളത്. The demand curve എന്ന് പറയുന്നത് horizontal straight line parallel to the x-axis. x-axisൻ്റെ പാരലൽ ആയിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈനാണ് അതിൻ്റെ ഡിമാൻഡ് കർവ് ആയിട്ട് വരുന്നത്. We also saw that at equilibrium the MC curve cuts the AC curve at its lowest point. AC എന്ന് പറയുന്നത് is the lowest point when the capacity of the plant is fully utilized. ശ്രദ്ധിക്കുക, average cost will be at its lowest when the capacity of the plant is fully utilized. This is not the case under monopolistic competition. The demand curve facing the firm is not horizontal, it is downward sloping. അല്ലേ, ഡിമാൻഡ് കർവ് ഓഫ് ദി മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ നമ്മൾ നോക്കിയത് എങ്ങനെയാണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് അല്ലേ. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് നമ്മൾ കണ്ടത്. എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ക്യാൻ നോട്ട് ബി ടാൻജൻറ്റ് to the AC curve at its lowest point. The conditions of equilibrium എന്ന് പറയുന്നത് MC is equal to MR and AR is equal to minimum AC are not fulfilled എന്നുള്ള കാര്യമാണ് ഇവിടെ വരുന്നത്. At the equilibrium point, the firm's capacity utilization will be less than optimum even when it is earning supernormal profits. No firm will have the incentive to produce the ideal output, since any effort to produce more than the equilibrium output would involve a higher long run marginal cost. നമുക്ക് LRMC ആണ് അവിടെ സംഭവിക്കുക, than the marginal revenue. കോസ്റ്റ് ആയിരിക്കും കൂടി നിൽക്കുക റവന്യൂവിനേക്കാളും. Since the firm operates below the optimum level and it is referred to as excess capacity. ഓക്കെ, അപ്പോൾ ഫേം എന്താണ് ചെയ്യുന്നത്? ഓപ്റ്റിമം ലെവലിനേക്കാളും കുറവായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. അതിനെയാണ് നമ്മൾ എക്സസ് കപ്പാസിറ്റി, നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കണ്ടീഷനിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, thus each firm under monopolistic competition will be of less than optimum size and work under excess capacity. This is illustrated in the figure 11. The firm is in equilibrium at E1 where the long run marginal cost curve cuts the long run marginal revenue curve from below. The equilibrium output എന്ന് പറയുന്നത് അവിടെ OQ1 and the equilibrium price എന്ന് പറയുന്നത് Q1A1. OQ1 is the equilibrium output but not the ideal output. അതായത് മാക്സിമം യൂട്ടിലൈസേഷൻ അല്ല വരുന്നത്, നമുക്ക് അതിൻ്റെ ഓപ്റ്റിമൽ യൂട്ടിലൈസേഷൻ അല്ല, ഐഡിയൽ യൂട്ടിലൈസേഷൻ അല്ല വരുന്നത്. The average cost is not at the lowest. Average revenue D is tangent to the LAC curve at A1 to the left of the minimum point E. Equilibrium average cost is Q1A1 but the lowest average cost is QE. So ഇതിനെയാണ് നമ്മൾ എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇഫ് ദ ഔട്ട്പുട്ട് ഇസ് ഇൻക്രീസ്ഡ് ദ ആവറേജ് കോസ്റ്റ് വിൽ കം ഡൗൺ എന്നുള്ളതാണ്. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചെങ്കിലും ആവറേജ് കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എനി എഫേർട്ട് on the part of the firm to produce beyond OQ1 will mean losses because beyond the equilibrium point E, LMC is less than MR1 എന്നുള്ളതാണ്. The firm has a negative excess capacity ആണ് അവിടെ വരുന്നത്, which it cannot utilize working under monopolistic competition. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വർക്കിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അവിടെ സംഭവിക്കുന്നത്. ഇറ്റ് കനോട്ട് യൂട്ടിലൈസ് വർക്കിംഗ് അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഓക്കെ, സോ ഇതോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇനി നമുക്ക് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ. നമുക്ക് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നോക്കി, ഇനി പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷനെ കുറിച്ചിട്ടാണ് നമുക്ക് അടുത്ത ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഇതുവരെയ്ക്കും എടുത്ത കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ
ചോദിക്കാം. കൃത്യമായിട്ട് ഗ്രാഫിനോടൊപ്പം തന്നെ ഗ്രാഫിൻ്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ ഗ്രാഫ് നോക്കണം, ഗ്രാഫ് വരച്ച് നോക്കണം, ഗ്രാഫ് മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. എന്നാലാണ് ഇതിൻ്റെ ഗ്രാഫും ഇതിൻ്റെ ടോപ്പിക്കും നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവുള്ളൂ. ഓക്കെ, താങ്ക് യു.